ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സ്പെഷ്യലി യാത്ര പോവാണ്. യാത്ര പോകണത് എവിടേക്കാ വെച്ചാൽ നമ്മൾ തിരുവണ്ണാമല പോവാണ്. തിരുവണ്ണാമലയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനും ഒറ്റയ്ക്കല്ല പോണത്, ഞാനും എൻ്റെ കസിനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പോണത് ബൈക്ക് റൈഡൊന്നുമല്ല, നമ്മൾ ആൾട്ടോ കാറിലാണ് നമ്മളിന്ന് പോണത് തിരുവണ്ണാമല വരെ. ഇവിടുന്ന് ഏകദേശം 400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോണത് പാലക്കാട്, കോയമ്പത്തൂർ, സേലം, തിരുവണ്ണാമല ആ വഴിക്കാണ് നമ്മൾ തിരുവണ്ണാമല പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ തിരുവണ്ണാമലയിൽ ഗിരിവലം ചുറ്റണതൊക്കെയാണ്. അതായത് 14 കിലോമീറ്റർ ഗിരിവലം ചുറ്റാണ്ട് നമ്മുടെ തിരുവണ്ണാമലയിൽ. അപ്പോൾ 14 കിലോമീറ്ററിൽ 8 ശിവലിംഗങ്ങളാണുള്ളത്. അപ്പോൾ ആ 8 ശിവലിംഗങ്ങൾ ഏതൊക്കെയാണ്, ഈ 14 കിലോമീറ്ററിൽ എന്തൊക്കെ കാഴ്ചകളാണുള്ളത്, പിന്നെ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റ് ആകാണ്ട് നമുക്ക് ഇറങ്ങാം എന്തായാലും. അപ്പോൾ കഴിച്ച് നമ്മളത് ഇന്ന് പോണത് ഈ ആൾട്ടോയിലാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. സമയം കറക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ 4:45 ആവണുള്ളൂ. അപ്പോൾ 4:45 ആകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം ഇനി നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് ഇനി കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ തിരുപ്പൂരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കേരളം വിട്ടതിന് ശേഷം പിന്നെ മഴ കഴിഞ്ഞില്ല. വാളയാറ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഴ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തിരുപ്പൂർ എത്തിയപ്പോൾ ഇതിൽ നല്ല ചൂടുമാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചത് പൊങ്കലാണ് നമ്മൾ കഴിച്ചത്. പൊങ്കൽ പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുപ്പൂരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയത് തന്നെ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ് തിരുവണ്ണാമലയ്ക്ക്. അങ്ങനെ ഞങ്ങൾ തിരുവണ്ണാമല എത്തിയിട്ട് റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകണം. ഇന്നത്തെ നമ്മുടെ ലഞ്ചാണത്. പപ്പടം, റൈസ്, ഒരു ഉപ്പേരി പോലെ, പിന്നെ ഒരു ഉപ്പേരി പോലെ. അങ്ങനെ ഇതല്ലേ കാരക്കുഴമ്പ് ഇപ്പൊ ചേട്ടെടുക്കണത്. ഇത് രസം, ഇത് മോരുകറി, ഇത് സാമ്പാറല്ലേ? സാമ്പാർ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. പിന്നെ ഇവിടെ അച്ചാറ്, പിന്നെ ഇവിടെ ചമ്മന്തിപ്പൊടി പോലത്തെ മറ്റേ ഗൺ പൗഡർ ആവുന്നില്ലേ. അപ്പൊ ഇന്നത് നമ്മുടെ തിരുവണ്ണാമലയിലെ ലഞ്ചാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. എങ്ങനെയുണ്ട് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ അതേ ഇപ്പൊ സമയം ഏകദേശം 7 മണിയായി. 7 മണിക്ക് ഇതേ എല്ലാവരും കൂട്ടത്തോടെ അമ്പലത്തില് മഹാദേവനെ കാണാൻ വേണ്ടി പോവാണ്. ഭയങ്കര തിരക്കാണ് റോട്ടില്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, അപ്പൊ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പൗർണമിയാണ് ഇന്ന്. പൗർണമിക്ക് ഇവിടെ സ്പെഷ്യൽ ദിവസം കൂടിയാണ്. ഇതറിയാതെയായിട്ട് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അടിയിൽ നോക്കുമ്പോ നല്ല തിരക്കാണ്. കൂട്ടായിട്ടാണ് ആൾക്കാര് അമ്പലത്തിലേക്ക് പോണത്. അപ്പൊ നമ്മുടെ ദർശനം ഇനി എത്ര ടൈം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നോ ഗ്യാരണ്ടി. അപ്പൊ എന്തായാലും മഹാദേവൻ ഒരു ബ്ലസ് ചെയ്ത പോലെയാണ് ഞങ്ങള് കരുതണത് ഇപ്പൊ. കാരണം പൗർണമിക്ക് തന്നെ ഇവിടെ എത്താൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇപ്പോ എനിക്ക് തോന്നണത്. കണ്ടില്ലേ, കൂട്ടത്തോടെ ആൾക്കാര്, ചെരുപ്പൊന്നും ഇടാണ്ട് ആൾക്കാർ പോണത്. അപ്പോൾ നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അമ്പലത്തിന്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ട ആൾക്കാരിങ്ങനെ ഒക്കെ നടന്നിട്ട് അമ്പലത്തിന്റെ അവിടേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളിവിടെ കർപ്പൂരം ഇട്ടു കേട്ടോ. ഇവിടെയാണ് കർപ്പൂരം ഉള്ള സ്ഥലം. നമ്മളിപ്പോൾ രാജഗോപുരത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാണ് രാജഗോപുരം. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് രാജഗോപുരത്തിന്റെ ഫ്രണ്ടിലാണ്. ഇവിടുന്ന് വേണം നമുക്ക് ഗിരിവലം സ്റ്റാർട്ട് ചെയ്യാൻ. ഗിരിവലം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മലയെ ചുറ്റി വരലാണ് ഗിരിവലം വെക്കുക എന്ന് പറഞ്ഞാൽ. അത് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. ഈ 14 കിലോമീറ്ററിൽ നമുക്ക് 8 ശിവലിംഗങ്ങളെ തൊഴാനുമുണ്ട്. 8 ശിവലിംഗങ്ങളും മഹാദേവന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. 14 കിലോമീറ്റർ ഗിരിവലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മഹാദേവനെ അമ്പലത്തിൽ കയറി തൊഴാൻ പാടൂ എന്നൊരു ഐതിഹ്യവുമുണ്ട്. അങ്ങനെ ഏകദേശം 9 മണി 9:30 ആയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഗിരിവലം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ 14 കിലോമീറ്റർ നടന്ന് തിരിച്ച് നമ്മൾ രാജഗോപുരത്തിന്റെ അടുത്ത് തന്നെ എത്തും. നമുക്ക് ഈ 14 കിലോമീറ്ററിൽ ഇന്ദ്രലിംഗം, അഗ്നിലിംഗം, യമലിംഗം, നിർദ്ദിലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, ഈശായലിംഗം, ഇങ്ങനെ 8 ലിംഗങ്ങളും നമുക്ക് തൊഴാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ 14 കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളും എല്ലാതും, ചായ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. പിന്നെ എന്തെങ്കിലും നമുക്ക് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. പക്ഷെ നമ്മൾ ഈ 14 കിലോമീറ്റർ നടക്കുമ്പോഴും ഈ 14 കിലോമീറ്ററിലും ഓം നമഃ ശിവായ ചൊല്ലി മഹാദേവനെ മാത്രം ധ്യാനിച്ച് നടക്കണം എന്നാണ് പറയുക. നമ്മുടെ ഈ തിരുവണ്ണാമലയുടെ ഐതിഹ്യം പറയുകയാണെന്ന് വെച്ചാൽ ബ്രഹ്മാവും വിഷ്ണുവും കൂടി ഞാനാണ് വലിയ ആളെന്നുള്ളൊരു തർക്കം വരും. ആ തർക്കത്തിൽ ഇവരുടെ ഈ തർക്കം തീർക്കാൻ മഹാദേവൻ ഒരു തൂണായി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും ഈ തൂണിൻ്റെ അവസാനവും
തുടക്കവും കണ്ടുപിടിക്കാൻ. കണ്ടെത്തുന്ന ആളാണ് വലിയ ആളെന്ന്. ബ്രഹ്മാവ് അങ്ങനെ ഹംസത്തിൽ കയറി ആകാശത്തേക്ക് പറക്കും തൂണിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ. മഹാവിഷ്ണു ആണെങ്കിൽ വരാഹരൂപത്തിൽ ഭൂമിയുടെ അടിയിലേക്കും പോകും. അങ്ങനെ 2 പേർക്കും ഈ തൂണിന്റെ അറ്റം കണ്ടുപിടിക്കാനാവില്ല. മഹാവിഷ്ണുവിന് മനസ്സിലാവും ഈ തൂണിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. ബ്രഹ്മാവാണെങ്കിലോ കൈതപ്പൂവിന്റെ സഹായത്തോടെ മഹാദേവന്റെ അടുത്ത് വന്ന് നുണ പറയും. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞതും നുണയെന്ന് മനസ്സിലായ മഹാദേവൻ ബ്രഹ്മാവിനെ ശപിക്കുകയാണ്. ഭൂമിയിൽ നിന്റെ ഒരു അമ്പലവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈതപ്പൂവിനെയും മഹാദേവൻ ശപിക്കും, നിന്നെ ഒരു പൂജയിലും ആചാരത്തിലും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ മഹാദേവൻ സ്വയംഭൂവായിട്ട് തിരുവണ്ണാമലയിൽ അവതരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഐതിഹ്യം പറയുന്നത് മഹാദേവൻ കൈലാസത്തിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ദേവി പാർവതി പിറകിൽ നിന്ന് വന്ന് പാർവതി ദേവിയുടെ കൈകൊണ്ട് മഹാദേവന്റെ കണ്ണ് പൊത്തും. അതിനുശേഷം ഈ ലോകം തന്നെ നിശ്ചലമായി പോവും. അങ്ങനെ ആ നിശ്ചലമായി പോയ ലോകത്തെ രക്ഷിക്കുന്നതിനായി മഹാദേവന്റെ തൃക്കണ്ണ് തുറന്ന് ലോകത്തെ രക്ഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ദേവി ഞാൻ കാരണമാണല്ലോ ഈ ഭൂമിക്ക് ഈ ഗതി ഉണ്ടായെന്ന് വിചാരിച്ച ദേവി കൈലാസം വിട്ടിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുക. അങ്ങനെ അവസാനം പാർവതി ദേവി തിരുവണ്ണാമലയിലെത്തും. തിരുവണ്ണാമലയിലെത്തുമ്പോൾ നമ്മുടെ മഹാദേവൻ സ്വയംഭൂവായിട്ട് അവതരിക്കും അവിടെ. അങ്ങനെ പാർവതി ദേവിയോട് പറയും, ഈ മലയെ ചുറ്റി വന്നാൽ നിന്റെ കർമ്മത്തിനുള്ള പരിഹാരം ഉണ്ടാവുമെന്ന്. അങ്ങനെ ദേവിയാണ് ഫസ്റ്റ് ഗിരിവലം ചെയ്യുന്ന ആള്. അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയും നമ്മുടെ ഈ തിരുവണ്ണാമലയിൽ ഉണ്ട് കേട്ടോ. കാർത്തികയ്ക്ക് മലയുടെ മുകളിൽ ദീപസ്തംഭം കത്തിക്കും. ആ ദീപസ്തംഭം തൊഴാൻ വേണ്ടിയിട്ട് തന്നെ കോടിക്കണക്കിന് ജനങ്ങളാണ് ആ ദിവസങ്ങളിൽ ഇവിടെ എത്താറ്. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നമുക്കൊരു കമ്പനീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കമ്പനി, പുതിയ കമ്പനി. നമ്മുടെ ആൾക്കാരൊക്കെ ഗിരിവല പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കാണ് കണ്ടില്ല. ഇന്ന് പൗർണമി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഗിരിവലത്തിന് ചുറ്റാൻ ആൾക്കാരുള്ളത്. അങ്ങനെ 14 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ട് ഏകദേശം 3:30 ആകുമ്പോഴാണ് നമ്മൾ രാജഗോപുരത്തിൻ്റെ അവിടെ തിരിച്ചെത്തുന്നത്. 14 കിലോമീറ്റർ നടന്നതുകൊണ്ട് തന്നെ കാലുമേലും ഫുള്ളും മസിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറാണ്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് കയറാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്.